ഓർഡർ 2021 കേരള വ്യവസായ ഏകജാല ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ചട്ടങ്ങൾ മേലുള്ള SRO നമ്പർ 112/2021 ഭേദഗതി നോട്ടീസിൻ്റെ പരിഗണന. ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയ ഡോക്ടർ N. ജയരാജന് ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. സർ, SRO നമ്പർ 112/2021 വിജ്ഞാപനത്തിനുള്ള ഭേദഗതി നോട്ടീസ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രമാണ്, ബാക്കിയെല്ലാം മറ്റിലേക്കൊന്നും കിടക്കുന്നില്ല. സാർ, ഈ ചട്ടം 2(8)(b) അതിനകത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ, ഈ ഏതെങ്കിലും വ്യവസ്ഥ ലംഘിച്ചാൽ പിഴ ഈടാക്കാൻ ആക്ടിനകത്ത് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആക്ട് ഇല്ലാത്തൊരു കാര്യം ചട്ടത്തിൽ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയറുവകുപ്പ് മന്ത്രി സാർ, അദ്ദേഹം വളരെ സൂക്ഷ്മമായ വായനയോടെ കുറേ നിർദ്ദേശങ്ങൾ ഭേദഗതികളായി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നിയമത്തിനനുസൃതമായി തന്നെയാണ് ചട്ടങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് നിയമം തന്നെ ഒന്ന് ഭേദഗതി ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ വ്യവസായ സംരംഭമൊന്നും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനം രണ്ടും നേരത്തെ ഈ ആക്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഭേദഗതി ചെയ്തിട്ട് സംരംഭം എന്നുള്ളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും വ്യവസായ സ്ഥാപനം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഭേദഗതി നിർദ്ദേശം അത് ആക്റ്റിൽ തന്നെ ഉള്ളതുപോലെ തന്നെയാണ്, അത് സ്വീകരിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തേത്, ഇപ്പോൾ നമ്മളെല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേകളൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഭേദഗതി സ്വീകരിക്കാവുന്നതാണ്. അതിനനുസൃതമായി കുറച്ച് ഭേദഗതികൾ കൂടി അതേപോലെ തന്നെ വരുന്നുണ്ട്, അതും സ്വീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്വീകരിക്കാവുന്നതാണ്. നാലാമത്തെ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളതല്ല. അഞ്ചാമത്തെ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി വരുന്നതാണ്, അപ്പോൾ അത് സ്വീകരിക്കാവുന്നതാണ്. ആറാമത്തെ സ്വീകരിക്കാവുന്നതാണ്. ഏഴാമത്തെ നേരത്തെ പറഞ്ഞതിൻ്റെ അതേ സ്വഭാവത്തിലുള്ളതാണ്, അത് സ്വീകരിക്കാവുന്നതാണ്. 8 അങ്ങനെയുള്ളതാണ്, അത് സ്വീകരിക്കാം. 9 അതേ സ്വഭാവത്തിലുള്ളതാണ്, അത് സ്വീകരിക്കാം. 10ാമത്തെ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് കാണുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ സംരംഭം എന്നതിന് പകരം വ്യവസായ സ്ഥാപനം എന്ന് പുതിയ ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ പൂർണ്ണമായി അങ്ങനെ വന്നതുകൊണ്ട് ആ ഇത് ചട്ടത്തിൽ ഇനി ഭാവിയിൽ ഔദ്യോഗികമായി ഭേദഗതി ചെയ്യേണ്ടതില്ലാത്തതുകൊണ്ട് അത് സ്വീകരിക്കാവുന്നതാണ്. അതേ സ്വഭാവം തന്നെ 12, അതും സ്വീകരിക്കാവുന്നതാണ്. 13 അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒന്നുകൂടി ആഡ് ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ അത് ഭേദഗതിയിലില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് സ്ഥാപിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ വിപുലീകരിക്കുന്നതിനോ വൈവിധ്യവൽക്കരിക്കുന്നതിനോ ആധുനികവൽക്കരിക്കുന്നതിനോ എന്ന ഭേദഗതിയോടെ അതും സ്വീകരിക്കാം. 15ാമത്തെ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയാണ്, അത് സ്വീകരിക്കാം. 16 സ്വീകരിക്കാം. 17 ഉണ്ടായിരിക്കുന്നതും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമുള്ള പിഴ അപേക്ഷകന് മേൽ ചുമത്താവുന്നതാണ്. ആ രൂപത്തിൽ ആ ഭേദഗതിയോടെ അതും സ്വീകരിക്കാം. 18ാമത്തെ സീലും പേരെന്നുള്ള ആ ഭേദഗതിയും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നല്ല നിർദ്ദേശങ്ങളാണ് ബഹുമാനായ അംഗം നൽകിയത്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ N. ജയരാജ് അവതരിപ്പിച്ച 2, 3, 5, 6, 7, 8, 9, 11, 12, 14, 15, 16, 18 ശരിയല്ലേ എന്നീ ഭേദഗതികൾ പൂർണ്ണമായും 13, 14 എന്നീ ഭേദഗതിയോടെ സഭ അംഗീകരിച്ചിരിക്കുന്നു. ഡോക്ടർ N. ജയരാജ് താങ്കളുടെ മറ്റ് ഭേദഗതികൾ പ്രസംഗിക്കുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതികൾ പിൻവലിച്ചിരിക്കുന്നു. ഇവിടെ 13-ലധികം ഭേദഗതികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും സൂക്ഷ്മമായി പഠിച്ച് ഭേദഗതികൾ നിർദ്ദേശിച്ച ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജനെ സഭ ചെയർ അനുമോദിക്കുന്നു.